259 അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റോ കോഴിക്കോടോ? എങ്ങനെ? നമ്മളെ ഗസാനിയയിലാണ് ഈ ഒരു ഓഫർ വരുന്നത്. ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഗസാനിയ. ഗസാനിയയിലെ ഫുഡ് ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ക്വാളിറ്റിയും സർവീസും കാര്യങ്ങളും എല്ലാതും അടിപൊളിയാണല്ലോ. ഇവിടെ മെയിൻ കോഴ്സ് ആയിട്ട് വീറ്റ് പൊറോട്ടയും കല്ലപ്പവും ഇഡ്ഡലിയാണ് വരുന്നത്. അതിലേക്കുള്ള ചിക്കൻ സ്റ്റൂവും സാമ്പാറും ചട്നിയും ചെറുപയർ കറിയാണ് വരുന്നത്. ചെറുപയർ കറി എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. അവിടുന്ന് കല്ലപ്പത്തിന്റെ കൂടെ കഴിച്ചപ്പോൾ ഞാനൊന്ന് വീണുപോയി. അങ്ങനെ നമ്മൾ ആദ്യത്തെ സെറ്റിൽ കല്ലപ്പം ചെറുപയറുമാണ് നമ്മളെടുത്തത്. തേങ്ങാപ്പാലിന്റെ ഒക്കെ ഒരു ഫ്ലേവറിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതില്. പിന്നെ ആ കല്ലപ്പം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു അടിപൊളി അര ഗ്ലാസ് ചായയാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് ചട്നിയും എടുത്തു. ചായ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും കൂടി എടുത്തു. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും അതിക്ക് പറ്റിയ സാമ്പാറും ചട്നിയും അടിപൊളി. അടുത്ത സെറ്റിലെടുത്തത് വീറ്റ് പൊറോട്ടയും ചിക്കൻ സ്റ്റൂ ആണ്. അതിന്റെ കൂടെ ഒരു വാട്ടർമെലൺ ജ്യൂസ് കൊടുത്തേ, നമ്മള് ബത്തക്കള്ളോ. വീറ്റ് പൊറോട്ടന്റെയും ചിക്കൻ സ്റ്റൂവിന്റെയും കോംബോ അതൊരു മുതൽ തന്നെയാണ്. ചിക്കൻ സ്റ്റൂവിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. പിന്നെ വയറിനെ പറ്റിക്കാൻ കുറച്ച് സാലഡ് കൊടുത്തു. പിന്നെ ഇതെന്തോ ഒരു ഹെർബൽ വാട്ടറാണ്. പിന്നെ അത് കഴിഞ്ഞ് കല്ലപ്പവും സ്റ്റൂവും വീണ്ടും കൊടുത്തു, അതിന്റെ കൂടെ ഒരു ഗ്ലാസ് ജ്യൂസും. അപ്പൊ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയെടുക്കുന്നവരൊക്കെ ഇങ്ങോട്ട് പോരി. ലൊക്കേഷൻ വരുന്നത് നമ്മളെ തൊണ്ടയാടെന്ന് വരുമ്പോൾ ഗോകുലമാളൊക്കെ കഴിഞ്ഞാൽ പാലിറങ്ങിയ പാട് ബൺ ക്ലബിന്റെ ഒക്കെ ബാക്കിലായിട്ടാണ് വരുന്നത്. എന്തായാലും അവിടുത്തെ കല്ലപ്പവും ചിക്കൻ സ്റ്റൂവും അതൊരിക്കലും മിസ്സാകണ്ട. സീരിയസ്ലി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ട്രൈ ചെയ്യ്. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്.